പൊന്നാനി നഗരസഭയിലെ NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന 8 NDA സ്ഥാനാർത്ഥികളാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അഭിലാഷ്, രാജേഷ് എന്നിവർക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. പൊന്നാനി നഗരസഭയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിൽ കാഴ്ചവെക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എണ്ണയിട്ട യന്ത്രം പോലും എല്ലാ മേഖലകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം സജ്ജമാണ്. അതിൻ്റെ റിസൾട്ട് വരുന്ന 13-ാം തീയതി നമുക്കറിയാൻ കഴിയും. ചരിത്രത്തിൽ ആദ്യമായി തന്നെ നമ്മൾ പൊന്നാനി നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 അക്കം കടക്കുന്ന മെമ്പർമാർ ഈ നഗരസഭയിലേക്ക് വരുമെന്നതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇനിയുള്ള പ്രവർത്തനങ്ങൾ അതിനുള്ളതാണ്. വാർഡുകളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയും മികവാർന്ന രീതിയിലാണ് ഓരോ സ്ഥാനാർത്ഥികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നാളെയും മറ്റന്നാളുമായി എല്ലാ സ്ഥാനാർത്ഥികളും പൊന്നാനിയിലെ BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 4-ാം വാർഡ് സ്ഥാനാർത്ഥി അജിത് കുമാർ, 5-ാം വാർഡ് സ്ഥാനാർത്ഥി EG ഗണേശൻ, 7-ാം വാർഡ് സ്ഥാനാർത്ഥി ശബന, 10-ാം വാർഡ് സ്ഥാനാർത്ഥി സംഗീത, 15-ാം വാർഡിൽ നിന്ന് ബിനിത സുഭാഷ്, 17-ാം വാർഡിൽ നിന്ന് സന്ധ്യ അഭിലാഷ്, 26-ാം വാർഡിൽ നിന്ന് സുരേന്ദ്രൻ മാക്കോരം വീട്ടിൽ, 32-ാം വാർഡിൽ നിന്ന് ബിന്ദു ജയരാജ് എന്നിവരാണ് പത്രിക സമർപ്പിച്ചത്. മറ്റു സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ സമർപ്പിക്കും. നവംബർ 14-ാം തീയതി ആരംഭിച്ച് 21-ാം തീയതി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി.